So let's discuss the concept of trading account with an example. Be ready. Let's discuss the concept of trading account with an example. So have a look at the question. നമ്മൾ 1000 ക്വാണ്ടിറ്റി 10 റുപ്പിക്ക് ബൈ ചെയ്തു. അല്ല, ട്രേഡിംഗ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ബൈ മാനുഫാക്ചറർ ആണോ ട്രേഡർ ആണോ? ട്രേഡർ. മാനുഫാക്ചറും പ്രിപ്പയർ ചെയ്യും, പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്നത് ആരുതാണ്? ടേക്ക് ദി കേസ് ഓഫ് എ സൂപ്പർ മാർക്കറ്റ്. അവർ 1000 ക്വാണ്ടിറ്റി 10 റുപ്പിക്ക് വാങ്ങി, അവർ എൻ്റയർ ക്വാണ്ടിറ്റി 15 റുപ്പിക്ക് വിറ്റു. പിന്നെ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് എത്ര രൂപ ചിലവായി? 2 റുപ്പീസ് ചിലവായി. ഈ നമ്മളിപ്പോൾ പഞ്ചാബിൽ നിന്നാണ് നമ്മൾ സാധനം മേടിച്ചത്, അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് ചിലവാകും? ക്യാരേജ് ചിലവാകും. ക്യാരേജ് ചിലവാകൂലേ? ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചിലവാകുന്ന ക്യാരേജിന് നമ്മൾ പറയുന്ന പേരാണ് ക്യാരേജ് ഇൻവേർഡ്. ഓക്കെ, ക്യാരേജ് ഇൻവേർഡ് ഈസ് ഓൺ പർച്ചേസ്, ക്യാരേജ് ഔട്ട്വേർഡ് ഈസ് ഓൺ സെയിൽ. ക്യാരേജ് ഇൻവേർഡ് ഈസ് ഓൺ പർച്ചേസ്, ക്യാരേജ് ഔട്ട്വേർഡ് ഈസ് ഓൺ സെയിൽ. മനസ്സിലായില്ലേ? ക്യാരേജ് ഇൻവേർഡ് ഈസ് ഓൺ പർച്ചേസ്, ക്യാരേജ് ഔട്ട്വേർഡ് ഈസ് ഓൺ സെയിൽസ്. ഓക്കെ അല്ലേ? ക്യാരേജ് ഇൻവേർഡ് ഈസ് ഓൺ പർച്ചേസ്, ക്യാരേജ് ഔട്ട്വേർഡ് ഈസ് ഓൺ സെയിൽസ്. സെറ്റ് അല്ലേ? പോയിന്റ് ഓക്കെ അല്ലേ? ക്യാരേജ് ഇൻവേർഡ് പർച്ചേസും വേണേ, അതുപോലെ ക്യാരേജ് ഔട്ട്വേർഡ് ചെയ്തും വേണേ, സെയിൽസും വേണം. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ട്രേഡിംഗ് പ്രോഫിറ്റബിലിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് പ്രോഫിറ്റബിലിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. സാധനം വാങ്ങിയിട്ട് വിൽക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാൻ യു പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ്? ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ നമ്മുടെ ലാഭം എത്ര നഷ്ടം എത്ര പറഞ്ഞേ? ഒരു യൂണിറ്റ് സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ ലാഭം എത്ര നഷ്ടം എത്ര പറഞ്ഞേ? 10 റുപ്പിക്കാണ് വാങ്ങുന്നത്, 2 റുപ്പി ക്യാരേജും. അപ്പോൾ ടോട്ടൽ ഒരു യൂണിറ്റും എൻ്റെ കോസ്റ്റ് എത്ര? 12. നമ്മൾ എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 15. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ്? 3. അങ്ങനെ നീ എത്ര യൂണിറ്റ് വിറ്റു? 1000. അപ്പോൾ ടോട്ടൽ നിങ്ങളുടെ പ്രോഫിറ്റ് എത്ര? 3000. ശരിയല്ലേ? ഈ 3000 നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറോൾ പ്രോഫിറ്റ് ആണോ ട്രേഡിംഗ് പ്രോഫിറ്റ് ആണോ? ഏതാടാ പാർട്ടിവേ? ട്രേഡിംഗ് ആണോ ഓവറോൾ ആണോ? ട്രേഡിംഗ് പ്രോഫിറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് വാട്ട്? നോമിനൽ അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്കറിയാം പർച്ചേസ് അല്ല. നോമിനൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ദ ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾ ഓഫ് നോമിനൽ അക്കൗണ്ട്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. ശരിയല്ലേ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ എക്സ്പെൻസ് വരുന്നത്? പേർച്ചേസ് നമ്മുടെ എക്സ്പെൻസ് അല്ലേ? അപ്പോൾ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എത്ര? 1000 × 10. അതുപോലെ തന്നെ സെയിൽസ് ഉണ്ട്. സെയിൽസ് എത്ര? സെയിൽസ് എത്ര ഉണ്ട്? 1000 × 15. അപ്പോൾ പേർച്ചേസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ വാങ്ങിയ മുഴുവൻ യൂണിറ്റ് നമ്മൾ സെല്ല് ചെയ്തില്ലേ? അതെ. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആണോ ഡെബിറ്റ് സൈഡ് ആണോ കൂടുതൽ? ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. ക്രെഡിറ്റ് പറഞ്ഞാൽ ഇൻകം കൂടുതലല്ലേ? ഇൻകം കൂടുമ്പോൾ 15ഉം പിന്നെ ഒരു കാര്യം കൂടെ, ക്യാരേജ് ഇൻവേർഡ് ഉണ്ട്. ക്യാരേജ് ഇൻവേർഡ് പറഞ്ഞാൽ എത്ര? 1000 × 2. എത്ര വരുന്നത്? 2000. 1000 × 2000. എക്സാമ്പിൾ ക്ലിയർ? അപ്പോൾ ടോട്ടൽ നമ്മുടെ എക്സ്പെൻസ് 12,000, ഇൻകം 15,000. സോ മൈ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഹൗ മച്ച്? 3,000. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ട്രേഡിംഗ് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മറ്റൊരു ട്രേഡിംഗ് അക്കൗണ്ട് പി ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ടുകളെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ്സിന് സാധാരണ വരുന്ന അക്കൗണ്ടുകൾ ഇവയൊക്കെയാണ്. ഏതൊക്കെ? അസറ്റുകൾ ഉണ്ടാവാം, ലാബിലിറ്റികൾ ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും. അസറ്റ് ഈസ് ദെയർ, ലാബിലിറ്റി ഈസ് ദെയർ, ക്യാപിറ്റൽ ഈസ് ദെയർ. പിന്നെ ഏതുണ്ട്? ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. ശരിയല്ലേ? അസറ്റ് ഉണ്ട്, ലാബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. അതിൽ ഈ ഇയറിൽ നിന്നും ഒരു വർഷം ഒരു ഇയറിൽ നിന്നും, ഇപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇയർ 1 ആണ്. ഇത് ഇയർ 1 ആണ്. ഇയർ 1 നിന്ന് ഇയർ 2 പോകുന്ന അക്കൗണ്ടുകൾ ആര് മാത്രമാണ് പറഞ്ഞത്? ഇയർ 1 നിന്നും ഇയർ 2 പോകുന്ന അക്കൗണ്ടുകൾ ആര് മാത്രമാണ് പറഞ്ഞത്? ഇയർ 1 നിന്ന് ഇയർ 2 പോകുന്ന അക്കൗണ്ടുകൾ ആര് മാത്രമാണ്? ഇൻകവും എക്സ്പെൻസും മാത്രമാണ്. ഇയർ 1 നിന്നും ഇയർ 2 പോകുന്നത് ആരാണ്? ഇൻകവും എക്സ്പെൻസും പോകില്ല. ഇൻകവും എക്സ്പെൻസും പോകില്ല. ആര് മാത്രമേ പോകുള്ളൂ? അസറ്റും ലാബിലിറ്റിയും ക്യാപിറ്റലും. അപ്പോൾ ഇയർ 1 ഇൻകത്തിനെയും എക്സ്പെൻസിനും നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകണോ അതോ ഇയർ 1 തന്നെ ക്ലോസ് ചെയ്യണോ? എന്താ ചെയ്യേണ്ടത്? ഇയർ 1 തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ. ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ ബിസിനസ് റിസൾട്ട്. അത് കൂടാതെ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ടുകളെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. നോമിനൽ അക്കൗണ്ടുകൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്? ക്ലോസ് ചെയ്യുക. നോമിനൽ അക്കൗണ്ടുകൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. നോമിനൽ അക്കൗണ്ടുകളെ ക്ലോസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടെ നമ്മൾ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഉണ്ട്. നോമിനൽ അക്കൗണ്ടുകളെ ക്ലോസ് ചെയ്യുക എന്നുള്ളതും ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണല്ലോ. പർച്ചേസിന് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. ക്വിക്ലി റെസ്പോണ്ട്, ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ പർച്ചേസിന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റിലെ പർച്ചേസിനെ ക്ലോസ് ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രീസ് ട്രേഡിംഗ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ്. സെയിൽസിനെ ക്ലോസ് ചെയ്യുമ്പോഴോ? സെയിൽസ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ്. ക്രെഡിറ്റിലെ ക്ലോസ് ചെയ്യാൻ ഡെബിറ്റ്. പിന്നെ
നമ്മുടെ ട്രേഡിംഗ് നമ്മുടെ ഏത് മറ്റേ ഏത് സെയിൽസ് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലേ, സെയിൽസ് ഡെബിറ്റ് ചെയ്തു, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ്. ക്യാരേജ് ഇൻവേർഡിനെ ക്ലോസ് ചെയ്യാനോ പറഞ്ഞോക്കെ. ട്രേഡിംഗ് അക്കൗണ്ട് അറ്റർ ടു ക്യാരേജ് ഇൻവേർഡ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനും ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് കാണാനുമാണ്. രണ്ട് പർപ്പസ് ഉണ്ട്. സോ ഡിഡ് യു ഗെറ്റ് എൻ ഐഡിയ ഓഫ് ദിസ്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? മൂവിങ് ഓൺ. അടുത്ത എക്സാമ്പിൾ ഇതാ, ഹാവ് എ ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. എക്സാമ്പിൾ 2. നമ്മൾ 1000 ക്വാണ്ടിറ്റി വാങ്ങി 10 രൂപയ്ക്ക്. ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യണം. എടാ ഞാൻ പറയുന്ന സ്പീഡ് ഓക്കെ അല്ലേ? സ്പീഡ് ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ, പറയുന്നത് മനസ്സിലാവില്ലേ? നിങ്ങളൊന്ന് ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യും കേട്ടോ. കാരണം നമുക്ക് ഈ കളിയല്ല നമുക്ക് കളിക്കണ്ടേ. ബിഗ് കളി ഈസ് ഗോയിങ് ടു കം. 10-15 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിയാതെ ഒന്നും വീട്ടിൽ പോകില്ല. രാത്രി 12 മണി ആയാലും. ഇവിടെ നോക്ക്, 1000 യൂണിറ്റ്സ് ഉണ്ട് 10 റുപ്പീൻ്റെ. ക്യാരേജ് ഇൻവേർഡ് 2 സോൾഡ് 800 യൂണിറ്റ്സ് അറ്റ് 15 per unit. ശ്രദ്ധിക്കണേ, വി ബോട്ട് 1000 യൂണിറ്റ്, വി ആർ സെല്ലിംഗ് ഓൺലി 800 units. So I'll give you 10 seconds time. Please tell me what is the GP. What is the amount of GP? Answer me. What is the amount of GP? സ്റ്റാർട്ട് ചെയ്യല്ലേ? പറയ് എമൗണ്ട് പറയ്. 2400 ആണോ? സിമ്പിൾ തിങ്. മെനി പീപ്പിൾ മേക്ക് ദ കാൽക്കുലേഷൻ ദാറ്റ് നമ്മളെ കോസ്റ്റ് പറഞ്ഞാൽ എത്രണ്ണ? 1000 യൂണിറ്റ്സ്. 1000 യൂണിറ്റ്സ്. നോക്കിയേ 1000 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? വാങ്ങി. എടാ 1000 യൂണിറ്റ്സ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ കോസ്റ്റ് എത്ര? 10 + 2 12. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നത്? എടാ 12,000 അല്ലേ? സെയിൽസ് എത്ര? 800 യൂണിറ്റ്സ് ഇൻറ്റു 15. അപ്പോൾ എത്ര? 12,000. അപ്പോൾ 12,000 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ? 0. എടാ ഈ ആൻസർ കറക്റ്റ് ആണോ? അല്ല. സിമ്പിൾ തിങ്. ഒരു യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് എത്ര? 15ഉം 12ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 3. 3. അങ്ങനെ യു ആർ സെല്ലിങ് ഹൗ മെനി യൂണിറ്റ്സ്? 800. അപ്പോൾ 800 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ് എത്ര വരിക? 2400. അപ്പോൾ എന്തുകൊണ്ട് ഇത് തെറ്റി? വൈ ദിസ് ഈസ് റോങ്? നമ്മൾ 1000 യൂണിറ്റിൻ്റെ കോസ്റ്റ് എടുത്തു, പക്ഷേ 800 യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് അല്ല എടുത്തത്. 1000 യൂണിറ്റിൻ്റെ ഇൻകവും 1000 യൂണിറ്റിൻ്റെ എക്സ്പെൻസും 800 യൂണിറ്റിൻ്റെ ഇൻകവും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് മാച്ചിങ് പ്രിൻസിപ്പിൾ. എടാ 1000 യൂണിറ്റ് നമ്മൾ വാങ്ങി, പക്ഷേ 800 നമ്മൾ വിറ്റുള്ളൂ. അപ്പോൾ ആ 200 ഇനി അടുത്ത കൊല്ലം വിറ്റൂടെ? അപ്പോൾ അങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മൾ 1000 യൂണിറ്റ് വാങ്ങിയിട്ട് 800 യൂണിറ്റ് വിറ്റാൽ 1000ത്തിൻ്റെ കോസ്റ്റും 800ൻ്റെ ഇൻകവും കമ്പയർ ചെയ്യാൻ പറ്റില്ല. 800ൻ്റെ കോസ്റ്റും 800ൻ്റെ ഇൻകവും കമ്പയർ ചെയ്യണ്ടേ? പക്ഷേ 1000 നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ 1000 നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ വിൽക്കാത്ത 200 യൂണിറ്റ് ഇല്ലേ, അത് നമ്മൾ ആരാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. എടാ വാട്ട് ഈസ് ദാറ്റ്? ക്ലോസിംഗ് സ്റ്റോക്ക്. അത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. എടാ ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വാങ്ങിയിട്ട് വിൽക്കാത്ത യൂണിറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ദ യൂണിറ്റ് റിമൈനിങ് ഇൻ സ്റ്റോക്ക്. അല്ലെങ്കിൽ വാങ്ങിയിട്ട് നമ്മൾ വിൽക്കാത്ത ഇയർ എൻഡിൽ ബാക്കിയാവുന്ന ഗുഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക്. എന്താ പറയുക? ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇതിലൊന്ന് നോക്കി നോക്കിയടാ, നമ്മൾ എങ്ങനെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുക? ഇനി വെരി സിമ്പിൾ ലോജിക് കേട്ടോ. ഒരു യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ ഐ ആം ഗെറ്റിംഗ് എ പ്രോഫിറ്റ് ഓഫ് 3. സോ ഇഫ് ഐ സെൽ 800 യൂണിറ്റ്സ് മൈ പ്രോഫിറ്റ് ഷുഡ് ബി 2400. ദാറ്റ് ഈസ് ദ കോമൺ സെൻസ് അണ്ടർസ്റ്റാൻഡിങ്. ട്രേഡിംഗ് അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കണ്ട. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എക്സ്പെൻസസ് ഷുഡ് ബി ഡെബിറ്റഡ്, ഇൻകം ഷുഡ് ബി ക്രെഡിറ്റഡ് അല്ലേ? പർച്ചേസിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? പർച്ചേസ് ഈസ് ആൻ എക്സ്പെൻസ്, ദാറ്റ് ഈസ് ഡെബിറ്റഡ്. ഇനി പർച്ചേസിനെ ക്ലോസ് ചെയ്യുകയാണെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ട് അറ്റർ ടു പർച്ചേസിനല്ല എൻട്രി. അതെ. സെയിൽസ് എത്ര? 800 × 15. സെറ്റ് അല്ലേ? 800 × 15. എടാ ക്ലിയർ അല്ലേ? ഇനി അതുപോലെ തന്നെ ക്യാരേജ് ഇൻവേർഡ് ആൾസോ 1000. പിന്നെ ക്യാരേജ് ഇൻവേർഡ് നമ്മൾ സ്പെൻഡ് ചെയ്യുക. പർച്ചേസ് ചെയ്ത 1000 ക്വാണ്ടിറ്റി വേണോ? സെല്ല് ചെയ്ത് 800 ക്വാണ്ടിറ്റി വേണോ? പർച്ചേസ് ചെയ്തത്. കാരണം വാങ്ങിയ സാധനമല്ലേ കൊണ്ടുവരണ്ടേ, വിറ്റ സാധനമല്ലല്ലോ. വാട്ട് ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ ഏതുമേ സ്പെൻഡ് ചെയ്യുക? സോൾഡ് ക്വാണ്ടിറ്റിമേ. സോൾഡ് ക്വാണ്ടിറ്റി അല്ല അവിടെ കൊണ്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ സോൾഡ് ക്വാണ്ടിറ്റി വേണം നമ്മൾ ക്യാരേജ് ഔട്ട്വേർഡ് സ്പെൻഡ് ചെയ്യുക. പക്ഷേ പർച്ചേസ്ഡ് ക്വാണ്ടിറ്റി വേണം ഏത് സ്പെൻഡ് ചെയ്യുക? ക്യാരേജ് ഇൻവേർഡ് സ്പെൻഡ് ചെയ്യുക. എടാ അത് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ക്യാരേജ് ഇൻവേർഡ് പറഞ്ഞാൽ എത്ര ഇൻറ്റു എത്ര? 1000 × 2 പറഞ്ഞാൽ 2000. അപ്പോൾ ഇതിവിടെ സെറ്റാണ്. സെയിൽസ് ഇവിടെ സെറ്റാണ്.
ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 12,000 സീറോ കിട്ടും. പക്ഷേ അവിടെ എത്ര യൂണിറ്റ് സ്റ്റോക്കിലുണ്ട്? 200 യൂണിറ്റ് അല്ലേ? 1000 ബോട്ട് 800 സോൾഡ്. അപ്പോൾ 200 യൂണിറ്റ്. ഈ 200 യൂണിറ്റ് നമ്മൾ ഏതിൽ വാല്യൂ ചെയ്യണം? കോസ്റ്റിൽ വാല്യൂ ചെയ്യണം. അപ്പോൾ 200 യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്ര? 200 × 10 എടുക്കരുത്. വൈ? ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ പഞ്ചാബിൽ നിന്ന് ഒരു സാധനം മേടിച്ചു 10 രൂപക്ക്, നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2 രൂപ ചിലവായി. അപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, യു ബ്രോട്ട് ദിസ് ഫ്രം പഞ്ചാബ് അറ്റ് ₹10. അപ്പോൾ ഇവിടെ ഞാൻ എനിക്ക് 11 രൂപയ്ക്ക് ഇത് തരാമെന്ന് പറഞ്ഞാൽ ഈ സമ്മതിക്കുമോ? ഇല്ല. കാരണം 10 രൂപയ്ക്ക് ഈ വാങ്ങിയിട്ട് ഇവിടെ എത്തിക്കാൻ വേണ്ടി എനിക്ക് ഇത്ര ചിലവായി? 2 റുപ്പി. അപ്പോൾ എൻ്റെ കോസ്റ്റ് എത്ര? 12 ആണ്. എടാ ശരിയല്ലേ? നിങ്ങളിപ്പോൾ ചൈനയിൽ നിന്ന് ഒരു സാധനം അവിടെ കൊടുത്ത വില 100 ആണ്, പക്ഷേ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി 200 രൂപ ചിലവായി. അപ്പോൾ 100 ആണോ അതോ 300 ആണോ നിങ്ങളെ കോസ്റ്റ്? 300 ആണ്. എടാ ലോജിക്ക് ഓക്കെ അല്ലേ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൺസെപ്റ്റ്? എടാ ആ കൺസെപ്റ്റ് ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യണം. സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട കോസ്റ്റ് എത്രയാണ് പറഞ്ഞേ? വാട്ട് ഈസ് ദ കോസ്റ്റ് ടു ബി ടേക്കൺ? എടാ എത്ര സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട കോസ്റ്റ് വിൽ ബി എത്ര? 10 + 2 എത്ര വരിക? 12. 12 ഇൻറ്റു എത്ര? 12 ഇൻറ്റു 800. അപ്പോൾ എത്ര വരിക? 12 ഇൻറ്റു 800 അല്ല, 12 ഇൻറ്റു 200. എടാ 200 യൂണിറ്റ് അല്ലേ സ്റ്റോക്കിലല്ലേ? 12 ഇൻറ്റു 200 എന്നാണ് എത്ര വരിക? 2400. ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞ അസറ്റ് കൂടി ടു ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. എടാ ഇതല്ല എൻട്രി. സോ മൈ ഡൗട്ട് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ജേണൽ എൻട്രി. സോ മൈ ഡൗട്ട് ഈസ് എന്തിനാണ് ക്ലോസിംഗ് സ്റ്റോക്കിന് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണത്? വൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് വിൽക്കാത്ത ഗുഡ്സാണ്. അത് അടുത്ത കൊല്ലം നമ്മൾ വിൽക്കും. അടുത്ത കൊല്ലം വിൽക്കുമ്പോൾ നമുക്ക് ഇൻകം ഉണ്ടാവും. അപ്പോൾ ഈ വർഷം അത് ഇൻകം പോലെയാണ്. അങ്ങനെയൊന്നല്ല. പറ വൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്? വൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്? ആൻസർ മൈ ക്വസ്റ്റ്യൻ പ്ലീസ്. അസറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിലല്ലേ കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇൻകം എക്സ്പെൻസ് അല്ലേ വരിക? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് അസറ്റ് ഒബ്വിയസ്ലി, ബട്ട് ആസ് ആൻ അസറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഷുഡ് ബി പ്രസൻറ്റഡ് വേർ? ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ഇയർക്ക് ഒരു ഇൻകമാണ്. അപ്പോൾ നമ്മൾ അക്വറൽ പ്രിൻസിപ്പിൾ, മാച്ചിങ് പ്രിൻസിപ്പിളൊക്കെ എന്താ പറയുന്നത്? ഈ വർഷത്തെ ഇൻകം ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇയർത്തെ ഇൻകം ഈ വർഷത്തെ ഇൻകം എന്നുള്ള നിലയിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബാക്കിയിലെ കുടിച്ചോ? ഇതെന്നാ ബാക്കിയിലെ ചോറ് എന്നൊക്കെ പറയുന്ന പോലെ. അത് ബാക്കിയിലെ കുടിച്ച് എന്തെന്ന് പറയും? ഗീവ് മി ദ പ്രോപ്പർ റീസൺ. അതെ, അല്ല ഞാൻ പറയില്ല. അതുകൊണ്ട് വൈ ഷുഡ് വി ക്രെഡിറ്റ് ദാറ്റ്? അതാ ചോദ്യം. അടുത്ത കൊല്ലം എൻ്റെ കല്യാണം, പോടെ അവിടുന്ന്. എടാ സിമ്പിൾ തിങ്, സിമ്പിൾ കോമൺ സെൻസ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈം യു ആർ ലിസണിങ് ദിസ്. അപ്പോൾ നാളെ നിങ്ങൾ ഏത് അക്കൗണ്ട്സ് ആണെന്ന് ചോദിച്ചു നോക്കുകയോ വൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്? 99% ആൾക്കാർക്കും അറിയില്ല. ദാറ്റ് ഈസ് ദ റീസൺ വൈ. ഇതൊക്കെ ഞാൻ തന്നെ എൻ്റെ ക്ലാസ്സിൽ പല തവണ പഠിപ്പിച്ചാണ്. സിമ്പിളായി ശ്രദ്ധിച്ചോ, ഇത്രയുള്ളൂ റീസൺ. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 1000ൻ്റെ കോസ്റ്റ് ചെയ്തില്ലേ? എടാ 1000ൻ്റെ കോസ്റ്റ് ചെയ്തില്ലേ? കോസ്റ്റ് 1000ൻ്റെ വന്നു, പക്ഷേ ഇൻകം എത്രേൻ്റെ വന്നിട്ടുള്ളൂ? 800ൻ്റെ. അപ്പോൾ കോസ്റ്റ് 800ൻ്റെ വരാൻ പാടുള്ളൂ അല്ലേ? പക്ഷേ കോസ്റ്റ് ഓൾറെഡി എത്രേൻ്റെ വന്നു? 1000ൻ്റെ. അപ്പോൾ അതിന് എത്ര കൂടുതലാണ്? 200ൻ്റെ കോസ്റ്റ് ഇവിടെ കൂടുതലല്ലേ? അപ്പോൾ ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. കോസ്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് കുറക്കാൻ പറ്റുമോ? ഇല്ല. ഡെബിറ്റിലാണ് കോസ്റ്റ് ഉള്ളത്. അപ്പോൾ കോസ്റ്റ് കുറക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് കുറക്കാൻ ക്രെഡിറ്റ് ചെയ്യണം. മാച്ചിങ് പ്രിൻസിപ്പിൾ നോക്കിയടാ. ഇപ്പോൾ 800 യൂണിറ്റ് അല്ലേ നമ്മൾ വിറ്റ്? ആ വിറ്റ് 800 യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്ര? 800 × 12 അല്ലേ? അടിച്ചു നോക്കിയേ. 800 × 12 9600 അല്ലേ? 9600. 800 × 12 ഇതാണ് വിറ്റതിൻ്റെ കോസ്റ്റ്. ഈ 9600ഉം സെയിൽസ് എമൗണ്ട് 12000ഉം കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് 2400 കിട്ടുക. ശരിയല്ലേ? പക്ഷേ ഈ ഇവിടെ എക്സ്പെൻസ് ഓൾറെഡി എത്ര കയറ്റി വെച്ചു? 10,000 + 2000 12,000 വെച്ചു. അതിൽ ഈ വർഷത്തെ എക്സ്പെൻസ് അല്ലാത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞാൽ എന്താ? ഈ വർഷം നീ വാങ്ങി, പക്ഷെ അത് ഈ വർഷം വിറ്റിട്ടില്ല. അപ്പോൾ അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആവാൻ പാടില്ല. പക്ഷെ അത് ഓൾറെഡി എവിടെ വന്നു? പർച്ചേസിനും ക്യാരേജ് ഇൻവേർഡിലും വന്നു, ഡെബിറ്റ് സൈഡിൽ വന്നു. അപ്പോൾ ആ ഡെബിറ്റ് കുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് അതൊരു അസറ്റ് എന്നുള്ള നിലയിലോ അടുത്ത വർഷത്തെ ഇൻകം എന്നുള്ള നിലയിലോ അല്ല, മറിച്ച് ഓൾറെഡി പർച്ചേസിലും എക്സ്പെൻസിലും കയറിപ്പോയ കോസ്റ്റിൻ്റെ ദാറ്റ് പോർഷൻ അത് ഈ വർഷത്തെ കോസ്റ്റ് അല്ല. ഇപ്പോൾ ടോട്ടൽ 12,000 ഇവിടെ കോസ്റ്റ് ഉണ്ട്. അതിൽ 800ൻ്റെ കോസ്റ്റ് ഈ വർഷത്തെ കോസ്റ്റ് ആകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ 200 യൂണിറ്റിൻ്റെ കോസ്റ്റ് 2400 ഈ വർഷത്തെ കോസ്റ്റ് ആവാൻ പാടില്ല. കോസ്റ്റ് ആവണമെങ്കിൽ ഡെബിറ്റ് ചെയ്യും. ആയ കോസ്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടി, കോസ്റ്റ് കുറക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യണം. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ബിക്കോസ് ദാറ്റ് ഡസ് നോട്ട്, ദ എമൗണ്ട് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് കറൻറ്റ് ഇയർ കോസ്റ്റ്. ഈ വർഷത്തെ കോസ്റ്റിൻ്റെ ഭാഗം അവനല്ല. ഓൾറെഡി ഇതിലുണ്ട്. ഈ 2400 ഇതിനകത്തുണ്ട്. പക്ഷേ ഈ 2400 ഈ വർഷത്തെ കോസ്റ്റ് ആണോ? അല്ല.
ഈ വർഷത്തെ കോസ്റ്റ് അല്ലാത്തവനെ ഈ വർഷത്തെ കോസ്റ്റ് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലോസിംഗ് സ്റ്റോക്കിന് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു മാന്യമായ ഡൗട്ട്, ബുദ്ധിയില്ലാത്തവന് നിങ്ങൾക്ക് വന്നിട്ടില്ല, മാന്യമായ ഡൗട്ട് വരാവുന്നത്, അപ്പോൾ സാറേ ഇവിടെ തന്നെ ഈ വർഷം വിറ്റ് 800ൻ്റെ കോസ്റ്റ് മാത്രം എടുത്താൽ പോരെ, വെറുതെ നമ്മൾ 1000ത്തിൻ്റെ എടുക്കണ്ടല്ലോ എന്നൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം. അതിനുള്ള ഉത്തരം എന്താ? നിങ്ങളെ പർച്ചേസ് പറഞ്ഞാൽ 800ൻ്റെ പർച്ചേസ് അല്ല, എത്രയുടെ പർച്ചേസാണ്? 1000ത്തിൻ്റെ പർച്ചേസാണ്. അപ്പോൾ 1000ത്തിൻ്റെ പർച്ചേസ് ഇവിടെ എഴുതിയാലല്ലേ പർച്ചേസ് മുഴുവൻ ക്ലോസ് ആവുള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് നോട്ട് ഓൺലി ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ് ബട്ട് ആൾസോ ടു ക്ലോസ് ദ അക്കൗണ്ട്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ അതേപോലെ ക്യാരേജിന് ഇവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത 1000 വേണേ. അപ്പോൾ 800ൻ്റെ നിങ്ങൾ എഴുതിയാൽ 800ൻ്റെ ക്യാരേജിന് ഇവിടെ ക്ലോസ് ആവുള്ളൂ. മുഴുവൻ ക്യാരേജിന് ഇവിടെ ക്ലോസ് ആവണമെങ്കിൽ നിങ്ങൾ 1000ത്തിൻ്റെ എഴുതണം. ഇനി അടുത്ത വർഷത്തെ സ്റ്റോറി, നെക്സ്റ്റ് വർഷത്തെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് വർഷം നിങ്ങൾ എന്ത് ചെയ്തു, എടാ ഇത് നെക്സ്റ്റ് ഇയർ ആട്ടോ, നെക്സ്റ്റ് ഇയർ ആണ് നെക്സ്റ്റ് ഇയർ. അരെ ബച്ചോ ഇതർ ദേക്കോ നെക്സ്റ്റ് ഇയർ. അടുത്ത കൊല്ലം നിങ്ങൾ ഈ 2400 യൂണിറ്റ് വിറ്റു. 2500 യൂണിറ്റ് അല്ല, 200 യൂണിറ്റ്. 200 യൂണിറ്റ് നിങ്ങൾ വിറ്റു. എത്ര രൂപക്ക്? 15 രൂപക്ക്. എത്ര യൂണിറ്റ് വിറ്റ്? 15 രൂപക്ക്. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ ഇത് വാങ്ങിയതാണോ? അപ്പോൾ നിങ്ങൾ എന്നാ സെല്ല് ചെയ്യുന്നത്? ഇയർ 1 ഇയർ 2 ഇയർ 2 യു ആർ സെല്ലിംഗ് ദിസ് 200 യൂണിറ്റ്സ് അറ്റ് 15. അപ്പോൾ നിങ്ങൾ സെയിൽ എമൗണ്ട് എത്ര? 3000. പക്ഷേ നിങ്ങളെ എക്സ്പെൻസ് 0 അല്ലേ, നിങ്ങൾ പർച്ചേസ് ചെയ്താലല്ലോ, ആ വർഷം ക്യാരേജിൻ വേർഡില്ലല്ലോ. അപ്പോൾ ഈ 3000 ഫുൾ നിങ്ങളെ പ്രോഫിറ്റ് ആണോ? അല്ല. അടുത്ത വർഷം നിങ്ങൾ എന്ത് ചെയ്യണം? എടാ അടുത്ത വർഷം എന്ത് ചെയ്യും? ഈ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് പോകും. എന്നിട്ട് ആ ഓപ്പണിംഗ് സ്റ്റോക്കിന് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ആ ഓപ്പണിംഗ് സ്റ്റോക്കിനെ ക്ലോസ് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി പറഞ്ഞു? ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് അസറ്റ് ഏത് ബാലൻസാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അസറ്റ് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ കാലം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക. ട്രേഡിംഗ് മറ്റേ ഇത് OS CS ഈ സാധനം ഈ സ്റ്റെപ്പേ കാലം അങ്ങനെ പഠിച്ചോ. പക്ഷേ ദർ ഈസ് എ റീസൺ ഫോർ ദാറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തിനാണ് അടുത്ത വർഷം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തേ? അടുത്ത കൊല്ലം നമ്മൾ 200 യൂണിറ്റ് വിറ്റില്ലേ? വിറ്റില്ലേ? അതിൻ്റെ ഇൻകം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നില്ലേ? പക്ഷേ അത് ആ വർഷം നമ്മൾ പർച്ചേസ് ചെയ്തതാണോ? അല്ല. അപ്പോൾ അടുത്ത വർഷം പർച്ചേസായി വന്നിട്ടില്ലല്ലോ. ഇല്ല. ഈ വർഷം ഇയർ 1 നമ്മൾ അവനെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. എന്തുകൊണ്ട്? അവൻ ഇയർ 1ത്തെ കോസ്റ്റ് അല്ല. അപ്പോൾ അവന് ഏത് വർഷത്തെ കോസ്റ്റാണ്? അവന് വിറ്റ വർഷത്തെ കോസ്റ്റ്. അവൻ ഏത് വർഷമാണ് വിറ്റ്? ഇയർ 2. അപ്പോൾ ഇയർ 2 അവൻ്റെ കോസ്റ്റ് വരണ്ടേ? അവൻ്റെ കോസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കാണിച്ചത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോം പാർട്ട് ഓഫ് ദിസ് ഇയർ കോസ്റ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇയർ 1ത്തെ സ്റ്റോക്ക്. ഇയർ 1ത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞാൽ ഇയർ 1ത്തെ കോസ്റ്റ് അല്ല, അടുത്ത വർഷത്തെ കോസ്റ്റാണ്. അപ്പോൾ അവൻ അടുത്ത വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോകും. കോസ്റ്റ് നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്കിന് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇയർ 2 നമ്മൾ വാങ്ങാത്ത ഗുഡ്സാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാ. കഴിഞ്ഞ കൊല്ലം അവന് നേരിട്ടത് അവഗണനയാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അവനെ കോസ്റ്റിൽ എടുത്തിട്ടില്ല. അപ്പോൾ അവൻ ഈ വർഷത്തെ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റിൽ അവനെ എടുക്കണം. കോസ്റ്റിൽ അവനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന് എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോം പാർട്ട് ഓഫ് ദിസ് ഇയർ കോസ്റ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഫോം പാർട്ട് ഓഫ് നെക്സ്റ്റ് ഇയർ സ്റ്റോക്ക്. ഇനി ഇതിവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ 3000 ഫുൾ നമ്മൾ പ്രോഫിറ്റ് ആവില്ലേ? ഇതിവിടെ വന്നപ്പോഴല്ലേ നമ്മുടെ പ്രോഫിറ്റ് 600 ആയത്. 200 യൂണിറ്റ് നമ്മൾ സെല് ചെയ്യുമ്പോൾ 200 യൂണിറ്റ്സ് നമ്മൾ സെല് ചെയ്യുമ്പോൾ 3 per യൂണിറ്റ് ആണ് പ്രോഫിറ്റ് എങ്കിൽ 200 × 3 = 600 അല്ലേ? ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. എനി ക്വസ്റ്റ്യൻസ്? OS CS. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് ഇൻകം. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് അസറ്റ്. ബട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് അസറ്റ് ആയിട്ടല്ല. എന്തിനാ? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് ഈ വർഷത്തെ കോസ്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ ടു റിമൂവ് ഫ്രം കോസ്റ്റ്. ഓൺലി പീപ്പിൾ ഐ എക്സ്പെക്ട് എ റിപ്ലൈ ഫ്രം യു. അടുത്തൊരു എക്സാമ്പിൾ, ഒരു കോംപ്രഹെൻസീവ് എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് വായിച്ചുതരാം. വിത്തിൻ 30 seconds യു നീഡ് ടു ടെൽ മീ ദ ആൻസർ. നിങ്ങൾ എഴുതൊന്നും വേണ്ട, ആൻസർ പറഞ്ഞാൽ മതി. ഇതൊക്കെ ഞങ്ങൾക്ക് ആപ്പിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ. ഐ വിൽ ബി ആഡിങ് ഓൾ ദീസ് തിങ്സ് ഇൻ ദ ആപ്പ്. നോക്ക്, ഇത് ആഡ് ചെയ്ത് തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് നോ, FS ചിലപ്പോൾ ഉണ്ടാവും ആപ്പിൽ. നോക്ക്, പർച്ചേസ് പർച്ചേസ് 10,000 ക്വാണ്ടിറ്റി അറ്റ് 20 each. ഫ്രൈറ്റ് 5 per യൂണിറ്റ്. ഫ്രൈറ്റ് മീൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അറിയാലോ. പിന്നെ ഒരു കാര്യം, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഞാൻ ഇതുവരെ പറയാത്തൊരു സാധനമാണ്. എന്തറിയോ? നമ്മൾ ഒരു ഗുഡ്സ് ഒരു ഗുഡ്സ് നമ്മൾ വാങ്ങിയിട്ട് അതിനെ സെയിലബിൾ കണ്ടീഷനിൽ എത്തിക്കുന്നത് വരെ വരുന്ന എല്ലാ കോസ്റ്റും ഡയറക്റ്റ് എക്സ്പെൻസാണ്. അപ്പോൾ പർച്ചേസ് മാത്രമല്ല ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കാണിക്കുക. മറിച്ച് ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെയ്ജ് വരും. വെയ്ജ് പറഞ്ഞാൽ എടുത്തേക്കാൻ വേണ്ടി മീൻസ് സെയിലബിൾ. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സാധനം വാങ്ങുകയാണ്. അപ്പോൾ അതിനെ റാക്കിൽ കൊണ്ടുപോയി വെക്കുന്നവരെ എന്തെല്ലാം കോസ്റ്റ് ചിലവായോ അതെല്ലാം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് വിൽ ബി ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് മാത്രമല്ല വരിക, ഇതുപോലത്തെ ഡയറക്റ്റ് എക്സ്പെൻസും വരും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ റെലവൻ്റ് ആയ രീതിയിൽ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ കൊണ്ട് തുടങ്ങിയിട്ട് 20 minutes ആയി. പെട്ടെന്ന് നോക്കുമോ, ലാസ്റ്റ് ഒരു 1 minute കൊണ്ട് നമ്മൾ ഇത് റാപ്പപ്പ് ചെയ്യാണ്. പെട്ടെന്ന് നോക്കിയേ, ഈ എക്സാമ്പിൾ നോക്കിയാൽ ഞാൻ വായിച്ചു തരാം. വേജസ് 4 per യൂണിറ്റ്. യൂണിറ്റ് സോൾഡ് എത്രയാണ്? 12,000 at 40 each. 40ക്കാണ് വിറ്റ് കേട്ടോ. ദെൻ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് 5,000, വാല്യൂഡ് 1,45,000. യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ എന്താ?
ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് അതിൻ്റെ വാല്യൂ 1,45,000. ദെൻ പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്, പാസ് ജേർണൽ എൻട്രീസ്, കമ്പ്യൂട്ട് GP റേഷ്യോ ആൻഡ് CGS. അത്രയൊന്നും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ബുദ്ധി കുറവുള്ള കുട്ടികളാണ്. നിങ്ങൾ ഗ്രോസ് പ്രോഫിറ്റ് മാത്രം കണ്ടെത്തിയാൽ മതി കേട്ടോ. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. വേഗം 30 seconds. ഓക്കെ, കിട്ടിയോ? 1,32,000. ആ, ജസ്റ്റ് ഹാവ് എ ലുക്ക്. അല്ല ബോയ്സ്, ഡോണ്ട് യു ഹാവ് എനി ആൻസർ? 1,32,000. അപ്പോൾ നമുക്ക് നോക്കാം. ദ ലിസൺ, ആൻസർ ഈസ് കറക്റ്റ്. അപ്പോഴേ നമ്മൾ ആദ്യം 1 by 1 ആയിട്ട് നമുക്ക് എഴുതി വെക്കാം. പർച്ചേസ് 1,000 ഇൻറ്റു 10,000 into 20, 2 lakh. ഓക്കെ അല്ലേ? പർച്ചേസ് ഫിഗർ ഓക്കെ അല്ലേ? ആ, ഫ്രൈറ്റ് 10,000 into 5, 10,000 into 5 50,000. JK വേജ് 10,000 into 4 40,000. ദെൻ റിഗാർഡിങ് സെയിൽസ്, എത്ര സെയിൽസ്? 12,000 into 40. സെയിൽസ് ഓക്കെ അല്ലേ? ആ, ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക്. ലിസൺ. ഓപ്പണിംഗ് സ്റ്റോക്ക് അവർ പറഞ്ഞു, ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താ? കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. അവൻ ഈ വർഷം വാങ്ങിയതാണോ? അല്ല. അവൻ കഴിഞ്ഞ വർഷം വാങ്ങിയതാണോ? അല്ലടാ. ആ, പക്ഷേ കഴിഞ്ഞ വർഷത്തെ കോസ്റ്റ് ആണോ അവന്? അല്ല. കഴിഞ്ഞ വർഷം അവനെ കോസ്റ്റ് നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് അപമാനിച്ച് വിട്ടിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അവൻ ഈ വർഷത്തെ കോസ്റ്റാണ്. അപ്പോൾ അവൻ ഈ വർഷത്തെ കോസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന് എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ പിന്നെ പണ്ടത്തെ ഒരു കീഴ്വഴക്കം പ്രകാരം ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് ആയിട്ട് ഡെബിറ്റ് ചെയ്യൽ ആരെ എഴുതാറ്? ഓപ്പണിംഗ് സ്റ്റോക്കിന്. അതിനൊന്നും റീസൺ എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല കേട്ടോ. ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാറ്. പക്ഷേ മറ്റേതിന് റീസൺ ഞാൻ പറഞ്ഞു തന്നു. ഏത്? OSCS. ഓക്കെ, ദാറ്റ് ഈസ് ദ മാക്സിമം തിങ് ദാറ്റ് ഐ ക്യാൻ ഗിവ് യു. അപ്പോൾ ശ്രദ്ധിക്കടാ, ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. മോനെ പാർത്ഥിവേ, ഇന്ന് രാവിലെ എന്താ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ? ആകെ ഓഫാണല്ലോ, ഒന്ന് എനർജറ്റിക് ആയിട്ട് നെയ്യ് ചത്തിരിക്കുന്നത്, ഒന്ന് ഷറവ് കേട്ടോ. അപ്പോഴേ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാൻ ഐ ആസ്ക് യു വൺ തിങ്? വാട്ട് ഈസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയെന്ന് പറയാൻ പറ്റുമോ? 29. എടാ എങ്ങനെ? 1,45,000 അല്ലേ ഓപ്പണിംഗ് സ്റ്റോക്ക്? എത്ര യൂണിറ്റ് ഓപ്പണിംഗ് സ്റ്റോക്കിൽ? 5,000 യൂണിറ്റിൻ്റെ കോസ്റ്റ് 1,45,000 ആണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എങ്ങനെ? 1,45,000 / 5. അല്ലടാ, ഈ 29 ഒരു ബ്രേക്കപ്പ് ഉണ്ട്. അവനും നമ്മൾ വാങ്ങിയത് 20 രൂപക്കാണ്. അവൻ 5 ചിലവായി, 4 ചിലവായി, 29. അപ്പോൾ അതിനർത്ഥം എന്താ? ഇതേ റേറ്റ് തന്നെയാണ് കഴിഞ്ഞ പോലെ നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇതിങ്ങനെ ആവണമെന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ആവുന്ന നിർബന്ധമൊന്നുമില്ലേ. എടാ മനസ്സിലായില്ലേ? ഇതൊക്കെ കീപ്സ് ഓൺ വാരിയിങ്. ആ, ഇനി ശ്രദ്ധിക്ക്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കാണുക? പറ എടാ, ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കാണുക? സിമ്പിൾ തിങ്. എടാ, ഞാൻ എപ്പോഴും ക്ലോസിംഗ് സ്റ്റോക്ക് കാണാൻ വേണ്ടി ഞാൻ പറയുന്നൊരു സംഭവമാണ്. നിങ്ങൾ രാവിലെ ഇഡ്ഡലി കഴിക്കാൻ വരികയാണ്. അപ്പോൾ ഇഡ്ഡലി കഴിക്കാൻ വന്നപ്പോൾ 3 ഇഡ്ഡലി അവിടെ ഉണ്ട് പ്ലേറ്റിൽ. പിന്നെ നിങ്ങൾ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഒരു 5 ഇഡ്ഡലിയും കൂടെ കൊടുത്തിട്ടു. എടാ ഓക്കെ അല്ലേ? നിങ്ങൾ ഇഡ്ഡലി തിന്നാൻ വന്നപ്പോൾ തുടക്കത്തിൽ എത്ര ഇഡ്ഡലി ഉണ്ട്? 3. അതുപോലെ അമ്മ എത്ര ഇഡ്ഡലി കൊടുത്തിട്ടു? എടാ അമ്മ എത്ര ഇഡ്ഡലി കൊടുത്തിട്ടു? 5 ഇഡ്ഡലി കൊടുത്തിട്ടു. നിങ്ങൾ എന്ത് ചെയ്തു? ടോട്ടൽ ഒരു 6 ഇഡ്ഡലി എന്ത് ചെയ്തു? കഴിച്ച്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഇഡ്ഡലി ഉണ്ടാവും? എന്തോന്നടേ? എത്ര ഉണ്ടാവും? 2. അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇതാണ് പർച്ചേസ്. നിങ്ങൾ തിന്നതാണ് സെയിൽസ്. ബാക്കി എത്ര? ക്ലോസിംഗ് സ്റ്റോക്ക്. എടാ, തുടക്കത്തിൽ ഉണ്ടായത് പ്ലസ് വന്നത് മൈനസ് തിന്നത് ഈക്വൽ ടു തിന്നാത്തത്. എടാ അല്ലേ? തുടക്കത്തിൽ ഉണ്ടായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, വന്നത് പറഞ്ഞാൽ പർച്ചേസ്, തിന്നത് പറഞ്ഞാൽ സെയിൽസ്. അപ്പോൾ ബാക്കി വന്നപ്പോൾ ഉണ്ടായിരുന്നത്, പിന്നെ വന്നത് തിന്നത് മൈനസ് തിന്നാത്തത്. അതേ ലോജിക്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് സെയിൽസ്. നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ലോജിക്. 16 യൂണിറ്റ് നിങ്ങൾ വാങ്ങി. അതുപോലെ തന്നെ തുടക്കത്തിൽ 5,000 യൂണിറ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ പരമാവധി നിങ്ങളുടെ കയ്യിൽ എത്ര യൂണിറ്റ് ഉണ്ട്? 10 + 5 15. ഈ 15000 യൂണിറ്റ് നിങ്ങൾക്ക് വിൽക്കാമായിരുന്നല്ലോ. ഈ വർഷം വാങ്ങിയ 10000 കഴിഞ്ഞ കൊല്ലത്തു നിന്ന് വന്ന 5000 നിങ്ങളുടെ കയ്യിൽ 15,000 യൂണിറ്റ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ എത്ര യൂണിറ്റേ വിറ്റതുള്ളൂ? 12,000. അപ്പോൾ വിൽക്കാത്ത എത്ര ഉണ്ട്? 3,000. അപ്പോൾ ഈ വിൽക്കാത്ത, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ സൈഡ് നോക്കിയേ, ഇത് എത്ര എണ്ണത്തിൻ്റെ കോസ്റ്റാണ്? ലെഫ്റ്റ് സൈഡ് നോക്ക്, ഇത് എത്ര എണ്ണത്തിൻ്റെ കോസ്റ്റാണ്? 10000 അല്ല, പൊട്ടിക്കും ഞാൻ, 15000 അല്ലേ? അതിൽ എത്ര നമ്മൾ വിറ്റിട്ടുള്ളൂ? 12,000. അപ്പോൾ എത്ര എണ്ണം വിറ്റിട്ടില്ല? 3,000. അപ്പോൾ ആ 3,000ൻ്റെ കോസ്റ്റ് ഈ വർഷത്തെ കോസ്റ്റ് ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോൾ ഈ വർഷത്തെ കോസ്റ്റ് ആവാത്ത എന്നാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വന്ന ഐറ്റത്തിനെ ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലോസിംഗ് സ്റ്റോക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്ര? 3,000 ഇൻറ്റു കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 എടുക്കരുത്. കാരണം 20 നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളെ റാക്കിൽ ഷോറൂമിൽ അത് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ ഒരു 5, 4, 29 രൂപ ചിലവാകുന്നുണ്ട്. കോസ്റ്റ് പറഞ്ഞാൽ കോസ്റ്റ് മാത്രമല്ല, കാരണം നിങ്ങൾ ഫ്രൈറ്റും വേജൊക്കെ നിങ്ങൾ ചിലവാക്കുന്നുണ്ട്. അതും നിങ്ങൾ കോസ്റ്റിൽ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെ കോസ്റ്റ് എത്ര വരിക? 3,000 ഇൻറ്റു 29. ഇതാണ് നിങ്ങളെ കോസ്റ്റ് വരിക. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 87,000. 87,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞാൽ 3000 യൂണിറ്റ് ഇൻറ്റു 29. ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരിക. ഓക്കെ അല്ലേ? 3000 ഇൻറ്റു 29. 3000 എങ്ങനെ വന്നു? 10 വാങ്ങി, 5 സ്റ്റോക്ക്, 15. അതിൽ നിന്ന് 12 വിറ്റാൽ ബാക്കിയുള്ളത് എത്ര? 3 ഇൻറ്റു എത്ര? 3000 ഇൻറ്റു എത്ര? 29. ഇനി സെയിൽസ് ഇവിടെ എത്ര? സെയിൽസ് പറയാനൊന്നുമില്ല. 12,000 ഇൻറ്റു 40. അപ്പോൾ അങ്ങനെ GP എത്ര? 132. GP 132. ഈ GP 132ൻ്റെ ഒരു ബ്രേക്കപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വിറ്റത് 12,000 അല്ലേ? അല്ലേ? ഒരു യൂണിറ്റ് സെല് ചെയ്യുമ്പോഴേ ലാഭം എത്ര? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 29. അല്ലേ? സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ 40. അപ്പോൾ ഒരു യൂണിറ്റും എത്ര? 11. 11 അല്ലേ? 11 ഇൻറ്റു 12,000 അടിച്ച് നോക്കിയേ, 132 അല്ലേ? അതാണ് GP. ഒരു യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ ഐ ആം ഗെറ്റിംഗ് 11. ഒരു യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ ഐ ആം ഗെറ്റിംഗ് 11. അങ്ങനെ ഇഫ് ഐ സെൽ 12,000 യൂണിറ്റ്സ് മൈ ടോട്ടൽ പ്രോഫിറ്റ് ബിക്കം എത്രയാണ്? 1,32,000. ഓക്കെ ആണോ? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? GP. അപ്പോൾ ഇതിൽ OS വന്നു, OS ഈസ് ഡെബിറ്റഡ്, CSE ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റും ചെയ്യും. ഇനി ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് പുതിയ 2 സാധനങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഭയങ്കര ചിലപ്പോൾ നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവില്ല. ഫസ്റ്റ് വൺ ഈസ് GP റേഷ്യോ. GP റേഷ്യോ പറഞ്ഞാലേ സെയിൽസിൻ്റെ എത്ര ശതമാനം ലാഭമാണ് അതിനെ പറയുന്ന പേരാണ് എന്ത്? GP റേഷ്യോ. ഇപ്പോൾ പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എത്ര? ഒരു യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എത്ര? 40 അല്ലേ? കോസ്റ്റ് എത്ര? 29. സൂപ്പർ. പ്രോഫിറ്റ് എത്ര? അപ്പോൾ 11 അല്ലേ? ഈ 11 ഈ 40ൻ്റെ എത്ര ശതമാനമാണ് അതിനെ പറയുന്ന പേരാണ് എന്ത്? GP റേഷ്യോ. മനസ്സിലായില്ലേ? GP റേഷ്യോ മീൻസ് the percentage അല്ലെങ്കിൽ the proportion അല്ലെങ്കിൽ the extent to which profit is expressed as a percentage of sales. സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് പ്രോഫിറ്റ് എന്നതിനെ പറയുന്ന പേരാണ് GP റേഷ്യോ. പറഞ്ഞാൽ എത്രയാണ് GP റേഷ്യോ വരെ? അപ്പോൾ 27.5. ഓക്കെ. ഇനി ഇങ്ങനെയും കാണാം. ഇതിപ്പോൾ നമ്മൾ പെർ യൂണിറ്റിലല്ലേ കണ്ടേ? ടോട്ടൽ എങ്ങനെ കാണുക? ഈ 4,80,000 എത്ര പെർസെൻ്റാണ്? 1,32 പോയി. ഓക്കെ. 1,32 ഡിവൈഡ് ബൈ 4,80 ഇൻറ്റു 100 അടിച്ചോടാ. 1,32 ഡിവൈഡ് ബൈ 4,80 ഇൻറ്റു 100. 1,32 ഡിവൈഡ് ബൈ 4,80 ഇൻറ്റു 100 എത്രടാ? 27.5. സെയിം അല്ലേ? അപ്പോൾ ഇതാണ് GP റേഷ്യോ. അപ്പോൾ GP റേഷ്യോ കാണാനല്ലേ ഫോർമുല എന്ന് പറഞ്ഞേ? GP amount divided by sales into 100. GP amount divided by sales into 100. GP amount divided by sales into 100. ഓക്കെ അല്ലേ? GP amount divided by sales into 100. അടുത്ത സാധനമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സ്റ്റോപ്പ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ലാസ്റ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ്. എന്താണ്? വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ്. നിങ്ങളിവിടെ എത്ര വിറ്റേ? 12,000. വിറ്റ സാധനം എത്ര? 12,000. ഒന്നിൻ്റെ കോസ്റ്റ് എത്ര? 29. അടിച്ചു നോക്കിയേ. 12,000 into 29. 12,000 into 29. 12,000 into 29. 3,48,000 അല്ലേ? അല്ലേ? 3,48,000 അല്ലേ? ഐ റിപ്പീറ്റ്. പാർത്ഥിവ്, നിങ്ങളെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് 20ക്ക് വാങ്ങി, 5 ഫ്രൈറ്റ്, 4 വേജ്. അപ്പോൾ 20 + 5 + 4 29. ശരിയല്ലേ? 29 നിങ്ങളുടെ കോസ്റ്റ്. യു ആർ സെല്ലിംഗ് 12,000 യൂണിറ്റ്സ്. വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ് അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് എത്രയാണ്? 29 ഇൻറ്റു പറടാ 29 ഇൻറ്റു എത്ര? 12,000. സോ 29 ഇൻറ്റു 12,000 കംസ് ടു എത്ര വരിക? 3,48,000. 3,48,000. ലോജിക്ക് ഓക്കെ അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഒരു ഫോർമുല ആയിട്ട് നമ്മളിങ്ങനെ പറയാം. ഈ വർഷത്തെ ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിനെങ്ങനെ പറയാം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിലേത് നമ്മൾ ഈ വർഷത്തെ കോസ്റ്റ് അല്ല?
ക്ലോസിംഗ് സ്റ്റോക്ക് ഈ വർഷത്തെ കോസ്റ്റ് അല്ലല്ലോ. അപ്പോൾ ഫോർമുല പറഞ്ഞേ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എടാ അതൊന്ന് ടോട്ടലി നോക്കാം, നിങ്ങളോട് ഇനി മറ്റേ വീട്ടിലോട്ട് ലെറ്റർ അയച്ച് പറയണോ? ഒന്ന് അടിച്ചു നോക്കിയിട്ട് പറഞ്ഞേ, ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയോ? എടാ കിട്ടിയോ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് തെറ്റി അടിക്കല്ല കേട്ടോ, അതിനും സമയമല്ല, പർച്ചേസ് പ്ലസ് വേജ് പ്ലസ് ഫ്രൈറ്റ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി എടാ സെയിൽസ് പറഞ്ഞാൽ 4,80,000 അല്ലേ, വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ് പറഞ്ഞാൽ 3,48,000 അല്ലേ, ഇത് തമ്മിൽ ഡിഫറൻസ് എന്താവണം? എടാ വിറ്റത് നിഹാലെ, വിറ്റത് സെയിൽസ്, വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ് 3,48,000. അപ്പോൾ ഇത് തമ്മിലുള്ള കോസ്റ്റ് 3,48,000, വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ് 3,48,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സെയിൽസ് 4,80,000. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് എന്താവണം? ജി പി. ഒന്ന് അടിച്ചു നോക്കിയേ, 4,80,000 3,48,000 തമ്മിൽ ഡിഫറൻസ് വിൽ ബി എന്ത്? ജി പി. അപ്പോൾ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ജി പി. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ജി പി. എടാ അല്ലേ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേ, ടൈപ്പ് 100 അടിച്ച കാൽക്കുലേറ്ററിൽ മൈനസ് 27.5 എത്ര? 72.5. ഈ 72.5 എന്താ? 100 രൂപക്ക് നിങ്ങൾ വിറ്റ 27.5 നിങ്ങൾ എന്താണ്? പ്രോഫിറ്റാണ് അല്ലേ? അപ്പോൾ 72.5 നിങ്ങൾ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ ഈ 4,80,000 72.5% എടുത്ത് നോക്കിയേ, 4,80,000 72.5% എടുത്ത് നോക്കിയേ, 3,48,000 വരുന്നില്ലേ? ദാറ്റ് ഈസ് ദ റേഷ്യോ. ഇനി ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിവിടെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യൂലേ? എടാ ജേണൽ എൻട്രീസ് പാസ് ചെയ്യൂലേ? ഹൗ മെനി ജേണൽ എൻട്രീസ് വിൽ ബി ഹിയർ? മാക്സിമം കമ്പൈനൊക്കെ ചെയ്ത് എഴുതിക്കോ, എന്നാലും എത്ര ജേണൽ എൻട്രി ഉണ്ടാവും പറഞ്ഞേ പെട്ടെന്ന്? നമ്പർ ഓഫ് ജേണൽ എൻട്രി കോമൗണ്ടാക്കി എഴുതിക്കോ, നോ പ്രോബ്ലം. ഓൺലി പീപ്പിൾ ക്ലിയർ അല്ലേ? അപ്പോഴേ എൻ്റെ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ, എത്ര ജേണൽ എൻട്രി എത്ര ഉണ്ടാവും? 3. മാക്സിമം ക്ലബിങ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പോഴേ 3, 5 വേറെ ഏതിലുണ്ടോ? 4, 2. എനിക്ക് എത്ര ഗേൾ ഫ്രണ്ട് എന്നല്ല ചോദിച്ചേട്ടോ. ഓക്കെ എടാ ലീസൺ, 4 ആയിക്കോട്ടെ 2, 3, 4, 5 ഉണ്ടല്ലോ അല്ലേ? എടാ മാക്സിമം ക്ലബിങ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഓക്കെ അത് കുഴപ്പമില്ല. എന്തായാലും ക്ലബിങ് ചെയ്തതിലെ ഡിഫറൻസിൽ ജേണൽ എൻട്രീൻ്റെ എണ്ണം മാറും, അത് കുഴപ്പമില്ല, അത് പ്രശ്നമല്ല. അപ്പോൾ ചില ആൾക്കാർ 1 3 എഴുതും, ചിലർക്ക് 1 എഴുതും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പെർമിസിബിൾ ക്ലബിങ് ഞാൻ പറഞ്ഞുതരാം. സെയിൽസിന് ഒരു ക്ലോസിംഗ് എൻട്രി, സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ക്ലബ് ചെയ്യരുത്. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യാണ്, സെയിൽസ് ക്ലോസ് ചെയ്യാണ്, രണ്ടാണ്. ഒന്ന് ജനനും ഒന്ന് മരണമാണ്. ക്ലബ് ചെയ്യാൻ പാടില്ല. ക്ലബിങ് എന്തിനാ ചെയ്യുക? ആർക്കാ ക്ലബ് ചെയ്യുക? കോമൺ എൻട്രി അപ്ലൈ ചെയ്തുക ഓൺ ദ സെയിം ഡേറ്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ സെയിൽസിന് നീ എന്താ ചെയ്യണേ? ക്ലോസിംഗ് സ്റ്റോക്കിന് നീ എന്താ ചെയ്യണേ? റെക്കോർഡിങ്.
ക്ലോസിംഗ് സ്റ്റോക്കിന് റെക്കോർഡല്ലേ ചെയ്യുന്നത്. അപ്പം നേരെ മറിച്ച് ഓപ്പണിംഗ് സ്റ്റോക്കിനും പർച്ചേസിനും വേജിനും ഫ്രൈറ്റിനും മൂന്നിനും ഈ ക്ലോസ് ചെയ്യല്ലേ എനിക്ക് ക്ലബ് ചെയ്യാം. ഓക്കെ, അതൊരു എൻട്രി, ഇതൊരു എൻട്രി, ഇതൊരു എൻട്രി, ഇതൊരു എൻട്രി. അപ്പോൾ എത്ര? 3 എന്ന് എഴുതിയാൽ ആൻസർ തെറ്റാണ്. കാരണം ഈ ഗ്രോസ് പ്രോഫിറ്റിനെ പി ആർ എല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അവിടെ വേണമെങ്കിൽ 2 എൻട്രി എഴുതാം, അല്ലെങ്കിൽ ഒരു എൻട്രി എഴുതാം. എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റിനെ പി ആർ എല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 2 എൻട്രി ആക്കി എങ്ങനെ എഴുതാം? പെട്ട്. ട്രേഡിംഗ് അക്കൗണ്ട് അറ്റർ ടു ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ബാലൻസ്. അടുത്ത എൻട്രി ഗ്രോസ് പ്രോഫിറ്റ് ടു പി ആർ എൽ. ഓക്കെ, ഒരൊറ്റ എൻട്രി ആണെങ്കിലോ ട്രേഡിംഗ് ടു പി ആർ എൽ. എടാ ജി പി ആർ ഒരു ഡെമ്മി അക്കൗണ്ട് അല്ലേ. പിന്നെ ഇനി അതൊന്നും അറിയില്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് താഴെ ആര് വരും എന്നറിയോ? പി ആർ എൽ അക്കൗണ്ട് വരും. പി ആർ എൽ അക്കൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ ജീപ്പിനെ ഇവിടെ കൊടുന്ന് എഴുതുക. എടാ പി ആർ എൽ അക്കൗണ്ട് കൊടുന്ന് എഴുതുക. അതെ, ഇത് ഓക്കെ, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓക്കെ. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയും സാറേ ഇതിങ്ങനല്ലേ. ഓക്കെ, അപ്പോൾ പി ആർ എൽ അക്കൗണ്ട്. എടാ ലിസൺ, പി ആർ എൽ അക്കൗണ്ട് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് കൺസെപ്റ്റ് തീർക്കുക. ട്രേഡിംഗ് അക്കൗണ്ടാണ് മെയിൻ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, എടാ ആരെങ്കിലും നിങ്ങളെ ഫോർമാറ്റൊക്കെ വെച്ചിട്ട് എഫേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കരുത്. ദർ ഈസ് എ റീസൺ ഫോർ എവറിത്തിങ്. റീസൺ ഇല്ലാത്ത ഞാൻ അങ്ങോട്ട് പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താ ആദ്യം എഴുതുന്നത്, അതൊരു കീഴ്വഴക്കാണ്. ഓക്കെ, വെടിപാട് വിളിച്ചു കൊടുത്താൽ പൊട്ടിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് അതേപോലെ. പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നതിൽ റീസൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ പി ആർ എൽ അക്കൗണ്ട് നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എടാ ഇനി സംസാരിക്കല്ലേ. പി ആർ എൽ അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഫൈൻഡ് ഔട്ട് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പ്രോഫിറ്റ് ഏതാ? ഗ്രോസ് പ്രോഫിറ്റ് ആണോ നെറ്റ് പ്രോഫിറ്റ് ആണോ? നെറ്റ് പ്രോഫിറ്റ്. അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞാൽ അതർ ആക്ടിവിറ്റി എന്നുള്ള മാത്രം പ്രോഫിറ്റ് ആണോ ഓവറോൾ പ്രോഫിറ്റ് ആണോ? ഓവറോൾ. അതുകൊണ്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിനെ ആദ്യം ഇങ്ങോട്ട് ഇറക്കിയത്. ഈ ഗ്രോസ് പ്രോഫിറ്റിനെ പി ആർ എൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ പറയാൻ പറ്റുമോ? പ്രോഫിറ്റുകൾക്കൊക്കെ എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഏത് സൈഡിൽ എഴുതണ്ടേ? ക്രെഡിറ്റ് സൈഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് പ്രോഫിറ്റുകൾക്കൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആയത്? ഇൻകം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ്. എടാ മാത്തമെറ്റിക്കലി സ്പീക്കിംഗ് ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ്, ഇത് ഇൻകം. എക്സ്പെൻസിനോ ഡെബിറ്റ് ബാലൻസ്. എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ്. അധികമുള്ള ഇൻകം അല്ലേ പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് പറഞ്ഞാൽ ആരാ? എക്സ്പെൻസിൻ്റെ പീസാ ഇൻകത്തിൻ്റെ പീസാ? ഇൻകത്തിൻ്റെ പീസ്. ഇൻകം എന്ന് പറഞ്ഞാൽ ആരാ? ക്രെഡിറ്റ്. എടാ കത്തിയോ? ഇൻകം ക്രെഡിറ്റ്, എക്സ്പെൻസ് ഡെബിറ്റ്, ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റ്. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പറഞ്ഞാൽ ആരാ? ഇൻകം എന്ന് പറഞ്ഞാൽ ആരാ? ക്രെഡിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ആരാ? ക്രെഡിറ്റ്. അതേപോലെ ലോസും. പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഡെബിറ്റ് ചെയ്യും. അതുപോലെ എല്ലാ ഇൻഡയറക്റ്റ് ഇൻകം നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കിട്ടും. അപ്പോൾ ഇതിന് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളൊരു ഐഡിയ അറിയാൻ വേണ്ടിയിട്ട്. അല്ല പി ആർ എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അപ്പോൾ എന്തിനാ? ഓവറോൾ പ്രോഫിറ്റബിലിറ്റി കാണാൻ വേണ്ടിയിട്ട്. പി ആർ എൽ അക്കൗണ്ട് ഇസ് പ്രിപ്പയർ ടു ഫൈൻഡ് ഔട്ട് ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. പി ആർ എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഓവറോൾ പ്രോഫിറ്റബിലിറ്റി കാണുക എന്നുള്ളതല്ലാതെ ദർ ഈസ് അനദർ ഇൻറ്റൻഷൻ. ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകത്തിനെ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. എടാ ക്ലോസിങ് ദ ഇൻഡയറക്റ്റ് ഇൻകം ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് ഇൻകത്തിനെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയും ക്ലോസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടെ ആരെ പ്രിപ്പയർ ചെയ്യുന്നതിൽ നമുക്കുണ്ട്? പി ആർ എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലുണ്ട്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? എടാ അതൊക്കെയാണോ? പിന്നെ അതുപോലെ തന്നെ പി ആർ എൽ അക്കൗണ്ട് നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ബിസിനസ് ചെയ്തിട്ടുണ്ട് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയുമോ എന്ന് അറിയാൻ വേണ്ടി ലാസ്റ്റ് ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. പി ആർ എൽ അക്കൗണ്ടിൽ ലാസ്റ്റ് സമ്മറി എന്നുള്ള നിലക്ക് ടെൽ മീ, ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ 31 മാർച്ച് ഇന്നലെ ബിസിനസ് കഴിഞ്ഞു. ഇന്നലെ ഇയർ ക്ലോസ് ആയി. നമ്മൾ മേശയിൽ പോയി കഴിഞ്ഞാൽ ആ പൈസ അവിടെ ലാഭമായിട്ട് കാണാൻ പറ്റുമോ? എടാ ഇത്ര നമുക്ക് നിനക്ക് 10,000 പ്രോഫിറ്റ് കിട്ടി. ആ 10,000 എൻ്റെ ബാങ്കിലോ ക്യാഷിലോ കറക്റ്റ് എനിക്ക് ടാലിയാക്കാൻ പറ്റുമോ? പറ്റുമോ? എടാ യു ആർ എ ട്രേഡർ, യു മേഡ് എ പ്രോഫിറ്റ്. അപ്പോൾ ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ ബിസിനസ്സിൽ ക്യാഷോ ബാങ്കോ ആയിട്ടൊക്കെ കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. പറയടാ പറ്റൂലേ? പറ്റുമോ? പറ്റൂല. വൈ? ഏത് വൈ? ടെൽ മീ ദ റീസൺ വൈ.
എന്താ റീസൺ എന്താ? ചിലവായി പോവാ. നിനക്ക് അച്ഛൻ തന്ന പൈസൻ്റെ പോലെയല്ല. റീസൺ ഈസ് ദ ലിസൺ. ഇവൻ പറയാ മറ്റേ പ്രോഫിറ്റ് അവിടെ കാണാണ്ടാവില്ല എന്ന് പറയാം മൊമെൻറ്റം. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ ചോദിച്ചാൽ ചിലവായി പോയിട്ടുണ്ടാവും. എടാ മണ്ട, ചിലവായി പോവുകയാണെങ്കിൽ അത് എക്സ്പെൻസിൽ വരൂലേ? ആ ചിലവായി പോയ എക്സ്പെൻസും കഴിഞ്ഞിട്ട് എനിക്ക് ലാഭം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? വെയിറ്റ്. ദ റീസൺ ഈസ് ഈ പ്രോഫിറ്റ് പറഞ്ഞാൽ അക്യുറൽ പ്രോഫിറ്റാണ്. മേശയിലുള്ള ക്യാഷ് പറഞ്ഞാൽ ഏതാ? ക്യാഷ് ബേസാണ്. അപ്പോൾ ഇത് രണ്ടും മാച്ച് ആവുമോ? ഒരു എക്സാമ്പിൾ പറയാം. 12 മാസത്തെ റെൻറ്റ് പിയാനൽ അക്കൗണ്ടിൽ വരും, പക്ഷേ 10 മാസത്തെ റെൻറ്റേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ക്യാഷിന് എത്രയേ പോയിട്ടുണ്ടാവുള്ളൂ? 10 മാസത്തെ. അപ്പോൾ അവിടെ മിസ്മാച്ച് വന്നു. സെയിൽസ് 1 ലക്ഷം, പക്ഷേ അതിൽ 80,000 പൈസ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സെയിൽസ് ഇൻകം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം വന്നു, പക്ഷേ 80,000 ക്യാഷ് ആയിട്ട് വന്നിട്ടുള്ളൂ. എന്തിനേറെ? ഡിപ്രീസിയേഷൻ. ആ ക്യാഷ് ആയി പോയിക്കണ? ഇല്ല. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് എഴുതിയില്ല നിങ്ങൾ, പക്ഷേ അത് ക്യാഷ് ആണോ? അല്ല. അപ്പോൾ പി ആൻഡ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? അക്യുറൽ ബേസിസ്. പക്ഷേ ഇവിടെ മേശയിലുള്ള പൈസ എന്തേ കാരണം? ക്യാഷ് ബേസിസ് ആണ്. അപ്പോൾ ഇത് രണ്ടും മാച്ചായി പോകണമെന്നുണ്ടോ? ഇല്ല. മാച്ചായി പോകും പ്യുവർലി എപ്പോൾ? ഇവർക്ക് മറ്റേ ക്യാഷോ അല്ലെങ്കിൽ എന്താ പറയുക ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസോ മറ്റൊന്നും ഇല്ലെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, പിന്നെ ഇത് മാച്ചായിട്ട് എന്ത് ചെയ്യുള്ളൂ? പോവുള്ളൂ. എടാ മനസ്സിലാവുണ്ടോ? സോ അത് ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് നിങ്ങളോട് ചോദിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട് പി ആൻഡ് അക്കൗണ്ടിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് അബൌട്ട് ഏത്? ബാലൻസ് ഷീറ്റ്. എടാ ബാലൻസ് ഷീറ്റ് പെട്ടെന്ന് പറഞ്ഞേ. ബാലൻസ് ഷീറ്റ് ഈസ് എ അക്കൗണ്ട് ആണോ സ്റ്റേറ്റ്മെന്റ് ആണോ? പറ. സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ ഡേറ്റ് ആണോ ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ആണോ? ഓൺ എ ഡേറ്റ്. ബാലൻസ് ഷീറ്റ് വിൽ ഓൾവേസ് ടാലി. ബാലൻസ് ഷീറ്റിൻ്റെ സ്ട്രക്ചർ പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ലാബിലിറ്റീസും ഡെബിറ്റ് സൈഡിൽ ആരും ഉണ്ടാവും? അസെറ്റ്സും ഉണ്ടാവും. ഓക്കെ. പിന്നെ ക്യാപിറ്റലിന് ഏത് സൈഡിൽ തന്നെ? ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് പറയാൻ പറ്റില്ല, സോറി മൈ മിസ്റ്റേക്ക്. ബാലൻസ് ഷീറ്റ് ലെഫ്റ്റ് സൈഡിൽ ലാബിലിറ്റീസും ഉണ്ടാവും, ക്യാപിറ്റലും ഉണ്ടാവും. റൈറ്റ് സൈഡിൽ ആരാണ്ടാവുക? പറഞ്ഞേ. റൈറ്റ് സൈഡിൽ ആരാണ്ടാവുക? അസെറ്റ്സ്. റൈറ്റ് സൈഡിൽ അസെറ്റ്സ്. എടാ ഓക്കെ ആണോ? എടാ റൈറ്റ് സൈഡിൽ അസെറ്റ്. ഇതാണ് ആരുടെ സ്ട്രക്ചർ? ബാലൻസ് ഷീറ്റിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ബാലൻസ് ഷീറ്റ് വുഡ് ഓൾവേസ് ടാലി. വൈ? എക്സ്പെൻസ് അമ്മായിൻ്റെ വീട്ടിൽ പോയി പോടാർന്ന്. Why the balance sheet gets tallied? Liabilities plus capital is equal to? Why liabilities plus capital is equal to asset? Why liabilities plus capital is equal to asset? പഴംപൊരി ഉള്ളിയോടാ. ഗേൾസ് പറ. എടാ ഡെബിറ്റ് ഈസ് ക്രെഡിറ്റ് സംസാരിക്കല്ലേ. ഡാ ഏതൊക്കെ അക്കൗണ്ടുകളാണ് നമുക്കുള്ളത്? അസെറ്റ് ഉണ്ട്. എടാ പറടാ. അസെറ്റ് ഉണ്ട്, ലാബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. അസെറ്റിൻ്റെ ബാലൻസ് ഏതാ? ഡെബിറ്റ്. ലാബിലിറ്റിൻ്റെതോ? ക്രെഡിറ്റ്. ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ്. ഇൻകോ ക്രെഡിറ്റ്. എക്സ്പെൻസോ ഡെബിറ്റ്. അപ്പോൾ ഡെബിറ്റ് ഈസ് ക്രെഡിറ്റ്. ജെ ഡെബിറ്റ് ഈസ് ക്രെഡിറ്റ് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ഈസ് ക്രെഡിറ്റ് അല്ലേ? ജേണലിൽ ഡെബിറ്റ് ഈസ് ക്രെഡിറ്റ് അല്ലേ? ലെഡ്ജറിൽ ആൾസോ എന്താണ്? ലെഡ്ജറിൽ ആൾസോ ഡെബിറ്റ് ഈസ് ക്രെഡിറ്റ് അല്ലേ? എടാ അല്ലേ? അപ്പോൾ സം ഓഫ് ഡെബിറ്റ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു സം ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ നിങ്ങൾ അസെറ്റും എക്സ്പെൻസും കൂട്ടിയിട്ട് അത് ലാബിലിറ്റിയും ക്യാപിറ്റലിൻ്റെയും ഇൻകത്തിൻ്റെയും ടോട്ടലുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടാലി. അസെറ്റും എക്സ്പെൻസും കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ലാബിലിറ്റി, ക്യാപിറ്റൽ ആൻഡ് ഇൻകം. ലാബിലിറ്റി, ക്യാപിറ്റൽ ആൻഡ് ഇൻകത്തിൻ്റെ ടോട്ടലിന് ഈക്വൽ ആയിരിക്കും. എടാ മനസ്സിലാവുണ്ടോ?
പിന്നെ നമുക്കറിയാം ഇതിൽ നിന്നും അടുത്ത വർഷത്തേക്ക് പോവാത്ത 2 ഐറ്റംസ് ആണ് ആര്, എക്സ്പെൻസും ഇൻകവും. അപ്പോൾ എക്സ്പെൻസും ഇൻകവും നിങ്ങൾ എന്ത് ചെയ്യും, നെറ്റ് ഓഫ് ചെയ്യും. നെറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. എക്സ്പെൻസും ഇൻകവും നെറ്റ് ഓഫ് ചെയ്യും. ഈ എക്സ്പെൻസും ഇൻകവും നെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എക്സ്പെൻസും ഇൻകവും നെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രേഡിംഗ് പ്ലാനിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, എക്സ്പെൻസും ഇൻകവും നെറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, പ്രോഫിറ്റ്. എക്സ്പെൻസും ഇൻകവും നെറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് കിട്ടുന്നതെങ്കിൽ പ്രോഫിറ്റ്. ഡെബിറ്റ് ബാലൻസ് ആണ് കിട്ടുന്നതെങ്കിലോ, ഡെബിറ്റ് ബാലൻസ് ആണ് കിട്ടുന്നതെങ്കിലോ ലോസ്. എക്സ്പെൻസും ഇൻകം നെറ്റ് ഓഫ് ചെയ്തിട്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് കിട്ടുന്നതെങ്കിൽ പ്രോഫിറ്റ്. ഡെബിറ്റ് ബാലൻസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ലോസ് ആണ്. ഓക്കെ ആണോ, ലോസ്. ഓക്കെ, അപ്പോൾ ഈ ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും, വേർ ഡു വി അഡ്ജസ്റ്റ് ദിസ് ബാലൻസ്, ക്യാപിറ്റൽ. ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യൂലേ. അപ്പോൾ നമ്മൾ അസെറ്റ് എന്ന് പറഞ്ഞ ഡെബിറ്റ് ആണ്, ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഈ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഈ ക്യാപിറ്റലിനകത്ത് ആരുണ്ട്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഇല്ലേ. പ്രോഫിറ്റ് ലോസ് പറഞ്ഞാൽ ആരുടെ ഒരു സോൾ അതിലുണ്ട്, ഇൻകം എക്സ്പെൻസും. അപ്പോൾ വൈ ദ ബാലൻസ് ഷീറ്റ് ഈസ് ഗെറ്റിംഗ് ടാലിഡ്, അസെറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ്. ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന് അല്ലെങ്കിൽ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിനകത്ത് ആരും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക, ഇൻകവും എക്സ്പെൻസും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഐറ്റംസ് എഴുതുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്. ഈ ഓർഡറിനനുസരിച്ച് ഐറ്റംസ് എഴുതുന്നതിന് നമ്മൾ പറയുന്നൊരു പേരുണ്ട്. അതെന്താ, ബാലൻസ് ഷീറ്റ് ഐറ്റംസ് എഴുതുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിനനുസരിച്ച് ഐറ്റംസ് എഴുതുന്നത് നമ്മളൊരു മാർഷലിംഗ് എന്നൊക്കെ പറയും. മാർഷലിംഗ് 2 ഓർഡറാണ് മെയിനായിട്ടുള്ളത്. 2 ഓർഡറാണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ് പറഞ്ഞത്, ഏതൊക്കെയാണ് മാർഷലിംഗ് ചെയ്യുമ്പോൾ 2 ഓർഡറാണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ഓർഡർ, ലിക്വിഡിറ്റി, പെർമനൻസ്. ലിക്വിഡിറ്റി പറഞ്ഞാൽ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി പറഞ്ഞാൽ ഇവിടെ ആദ്യം ക്യാഷും കറണ്ട് അസറ്റും എഴുതും. ഏറ്റവും ലാസ്റ്റാണ് നോൺ കറണ്ട് അസറ്റ് എഴുതുക. ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ ഫിക്സ്ഡ് അസറ്റൊക്കെ അല്ലേ, PPA ഒക്കെ പോലെ സാധനങ്ങൾ എഴുതുക. ഇതാണ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. അപ്പോൾ ഇപ്പുറത്തെ നമ്മൾ ആദ്യം എഴുതുക, ട്രേഡ് പേയബിൾ ക്രെഡിറ്റേഴ്സ് ഒക്കെ അല്ലേ, അത് ആദ്യം എഴുതും. അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റാണ് എഴുതുക, ക്യാപിറ്റൽ എഴുതുക. ഇതാണ് ലിക്വിഡിറ്റി തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഓർഡറിൽ എഴുതുന്നതിനെ മാർഷലിംഗ് എന്ന് പറയും. 2 ഓർഡർ ഉള്ളത്, ഒന്ന് ലിക്വിഡിറ്റി, മറ്റേത് പെർമനൻസ്. ലിക്വിഡിറ്റി തിരിച്ചിട്ടാൽ ഏതായി, പെർമനൻസ് ആയി. നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഏത് മെത്തഡാ, പെർമനൻസ് ആണ് കേട്ടോ. മെറ്റീരിയലൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് പെർമനൻസ് ആണ്. അപ്പോൾ ഇതോടുകൂടെ വി ഹാവ് കംപ്ലീറ്റഡ് ദ കൺസെപ്റ്റ് ഓഫ്, ഏതൊക്കെ കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്.